എന്താണെന്ന് അറിയുമോ? ഞാൻ പറഞ്ഞു തരട്ടെ എന്താണെന്ന്. ഹിരോഷിമയിൽ അമേരിക്കയുടെ അണുബോംബ് സ്ഫോടനത്തിന് ഇരയായ ഒരു ജപ്പാനീസ് പെൺകുട്ടിയാണ് സഡാക്കോ സസാക്കി. 1943 ജനുവരി 7-നായിരുന്നു അവളുടെ ജനനം. ബോംബുകൾ വീഴുമ്പോൾ അവൾക്ക് 2 വയസ്സ് മാത്രമായിരുന്നു പ്രായം. സ്ഫോടനത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ അത്ഭുതകരമായി അവൾ രക്ഷപ്പെട്ടിരുന്നു. പഠിക്കാൻ മിടുക്കിയായിരുന്ന സഡാക്കോ സ്കൂളിലെ ഓട്ടക്കാരികളിൽ മികച്ച ഒരാളായി വളർന്നു. 12 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം കായിക പരിശീലനം നടത്തിക്കൊണ്ടിരിക്കെ സഡാക്കോ ഗ്രൗണ്ടിൽ തളർന്നു വീണു. ആശുപത്രിയിൽ എത്തിച്ച് പരിശോധനയ്ക്ക് വിധേയമായപ്പോഴാണ് അണുവികിരണം ഏറ്റതു മൂലമുള്ള രക്താർബുദം സഡാക്കോവിനെ കീഴടക്കി കഴിഞ്ഞെന്ന് മനസ്സിലായത്. അണുബോംബ് വിസ്ഫോടനത്തെ അതിജീവിച്ച് യാതന അനുഭവിച്ചു വരുന്ന വ്യക്തികളെയാണ് ഹിബാകുഷ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. സഡാക്കോ മറ്റൊരു ഹിബാകുഷയായി. ആശുപത്രിയിൽ അവളെ ആശ്വസിപ്പിക്കുവാൻ കൂട്ടുകാരികൾ ഒപ്പം നിന്നു. അവരാണ് കടലാസ് കൊക്കുകളെ പറ്റി സഡാക്കോയോട് പറഞ്ഞത്. മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റാൻ 1000 കടലാസ് കൊക്കുകളെ ഉണ്ടാക്കിയാൽ മതിയെന്നാണ് ജപ്പാൻകാരുടെ വിശ്വാസം. അതുപ്രകാരം രോഗം മാറാനായി സഡാക്കോ ആശുപത്രി കിടക്കയിലിരുന്ന് 1000 കടലാസ് കൊക്കുകളെ ഉണ്ടാക്കാൻ ലക്ഷ്യം വെച്ചു. പക്ഷേ 644 കൊക്കുകളെ ഉണ്ടാക്കിയപ്പോഴേക്കും അവൾക്ക് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. 1955 ഒക്ടോബർ 25-ന് സഡാക്കോ ഈ ലോകത്തോട് വിട പറഞ്ഞു. 1000 കൊക്കുകൾ പൂർത്തീകരിക്കുവാൻ വേണ്ട 356 കൊക്കുകളെ കൂടി സുഹൃത്തുക്കൾ ചേർന്ന് ഉണ്ടാക്കി. അവയെല്ലാം അവളോടൊപ്പം ദഹിപ്പിച്ചു. സഡാക്കോയുടെ മരണം നടുക്കിയ അവളുടെ കൂട്ടുകാരികളും അധ്യാപകരും അവർക്ക് ഒരു സ്മാരകം പണിയാൻ തീരുമാനിച്ചു. ജപ്പാനിലും പുറത്തുമുള്ള വിദ്യാർത്ഥികളും കൂടി സഹകരിച്ചപ്പോൾ യുദ്ധക്കെടുത്തിനെതിരെയായ നിത്യസ്മാരകമായി സ്വർണ്ണക്കൊക്കിനെയും കയ്യിലേന്തി നിൽക്കുന്ന സഡാക്കോയുടെ പ്രതിമ ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്കിൽ സ്ഥാപിക്കാനായി. ദിസ് ഈസ് അവർ ക്രൈ, ദിസ് ഈസ് അവർ പ്രെയർ, പീസ് ഇൻ ദ വേൾഡ് എന്ന പ്രതിമയുടെ താഴെ ആലേഖനം ചെയ്തിട്ടുണ്ട്. പിന്നീട് സഡാക്കോയും അവളുടെ ഒറിഗാമി കൊക്കുകളും ലോക സമാധാനത്തിന്റെ പ്രതീകമായി ലോകമെങ്ങും അറിയപ്പെട്ടു തുടങ്ങി. താങ്ക് യു.